ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നിങ്ങളത് കണ്ടില്ല. അത് സംഭവം ആള് പ്രാക്കുട്ടിയാണ്. സംഭവം വന്നിട്ട് ഇതിൻ്റെ ഒരു കാല് വന്നിട്ട് ബാക്കിലേക്ക് ബെൻഡാണ്. സംഭവം ജനിക്കുമ്പോഴേ ഉള്ളതാണ്. പിന്നെ എന്താ പറയുക, വേറെ പ്രാവക്കം ചവിട്ടി സംഭവത്തിൽ ബെൻഡ് ചെയ്താണ്. നമുക്കതങ്ങനെ ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ജസ്റ്റ് ഒറ്റൊരു ട്രിക്ക് ഉണ്ട്. സംഭവം ചെയ്താൽ ചിലപ്പോൾ ശരിയാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇത് കണ്ടില്ലേ, നമ്മുടെ പ്രാവക്കൂട്ടിൻ്റെ കാല് എത്ര ഫ്രണ്ടിലോട്ട് വെച്ചാലും അത് പിന്നെയും അത് ബാക്കിലോട്ട് തന്നെ നിൽക്കും. കാരണം അത് ജന്മന അങ്ങനെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ശരിയാവില്ല. നമ്മളതിനെ കണ്ടില്ല, സ്ഥലം മാറ്റി എങ്ങനെ വെച്ചാലും സംഭവം ശരിയാവില്ല. കാരണം ആദ്യം മേലെ വെച്ചു, പിന്നെ താഴത്തെ കോൺക്രീറ്റിൽ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ പിടിച്ച് നിൽക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് നിൽക്കില്ല. അത് ബാക്കിലോട്ട് തന്നെ അതിനൊരു കാലിൽ പോകണം. കണ്ടില്ലേ, അതിന് ശരിയാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ ആദ്യം കണ്ടില്ലേ, ഒരു കാലിൽ കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. കയറ് കാരണം എലാസ്റ്റിക്കാണ്, അത് ഓവർ ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ കാലും കൂടി ചേർത്തി കെട്ടണം. കാരണം ബാക്കിലോട്ട് പോകുന്ന കാലും കൂടി കെട്ടണം. കെട്ടിയതിന് ശേഷം നമ്മൾ ഓവർ ടൈറ്റാക്കി കെട്ടാൻ പറ്റില്ല, ജസ്റ്റ് ലൂസിൽ തന്നെ കെട്ടണം. കാരണം ബ്ലഡ് സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് ഓവർ ടൈറ്റാക്കാൻ പറ്റില്ല. എന്നിട്ട് ലൂസിൽ തന്നെ, അതായത് പ്രാവിൻ്റെ ഏകദേശം രണ്ട് കാലും വയ്ക്കുമ്പോൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, നമ്മൾ അതേപോലെ ഇപ്പോൾ ഒരു വിധത്തിൽ കെട്ടിയിട്ടുണ്ട് ഗൈസ്. സംഭവം ഇപ്പോൾ കുഴപ്പമില്ല. ഓവർ ടൈറ്റാക്കാൻ പറ്റില്ല. വീഡിയോയിൽ കാണുമ്പോൾ ഓവർ ടൈറ്റ് പോലെ തോന്നുകയാണെങ്കിലും പക്ഷെ നമ്മൾ ലൂസിൽ തന്നെ കെട്ടിയിരിക്കുന്നത്. അതൊരു വിധത്തിൽ നമ്മൾ മെല്ലെ കെട്ടി ഒപ്പിച്ച് വെച്ചു. സംഭവം ഇനി കണ്ടില്ല, കാല് പക്ഷേ ശരിയായിട്ടൊന്നുമില്ല. കണ്ടില്ല, ഒരു കാലെ പൊക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഈ കാല് പിന്നെയും ബാക്കിലോട്ട് തന്നെ ഒരു വലിയ ഉണ്ട്. അപ്പോൾ എന്നാലും ജസ്റ്റ് നമ്മൾ ശരിയാക്കാൻ നോക്കണ്ടേ. ഇനി നമുക്ക് 2-3 ദിവസം കൂടി കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചെറിയ ഡിഫറൻസ്. ഇപ്പോൾ നമ്മൾ തൽക്കാലം എൻ്റെ കൂട്ടി തന്നെ വെച്ച് കൊടുത്തിരിക്കണം. കണ്ടില്ലേ, അതിന് ചെറിയ തടസ്സവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാരണം അത് ഇപ്പോൾ ആദ്യമായിട്ട് കെട്ടിയത് കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാണില്ലേ, ചെറുതായിട്ട് വീഴാനൊക്കെ പോകുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. സംഭവം കണ്ടില്ലേ, ആളെ ഇത്തിരി ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ അന്ന് കണ്ട പോലെയൊന്നുമല്ല, ഇപ്പോൾ ഇത്തിരി നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, സംഭവം എന്തോ ഓരോ ദിവസം കഴിയുന്തോറും മാറി വരും. ഇപ്പോഴും അതിൻ്റെ കാലിൽ കയറൊന്നും അയച്ചിട്ടില്ല, ഇപ്പോഴും അതിൻ്റെ കാലിൽ തന്നെയുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് പറഞ്ഞാൽ പ്രാവ് പറക്കാനൊക്കെ ആവും. അപ്പോഴേക്കും ഇത്തിരി കാല് ഫുള്ളായി ശരിയാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. സംഭവം കണ്ടില്ലേ, ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വെള്ളപ്രാവില്ല, അതാണ് ഇതിൻ്റെ അമ്മപ്രാവ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ പുറലോകമായിട്ട് അത് ആദ്യമായിട്ട് പുറത്തൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ ജസ്റ്റ് നടക്കുന്നതൊക്കെ ആദ്യമായിട്ട് പുറത്തൊക്കെ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ്. നമ്മൾ ഇനി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.